അപ്പോൾ അതിനുവേണ്ടി 2 ആഴ്ച ചെയ്തു. അത് ഞാൻ കൊടുത്തപ്പോൾ എന്നോട് പറഞ്ഞു, സാർ 3 ദിവസത്തിനുള്ളിൽ നമ്പർ പ്ലേറ്റ് പഞ്ച് ചെയ്ത് കിട്ടും, 3 ദിവസത്തിനുള്ളിൽ വണ്ടി ഡെലിവറി ചെയ്യാം എന്നാണ് പറഞ്ഞത്. അത് പറഞ്ഞിട്ട് എനിക്ക് 2 ആഴ്ച പിടിച്ചു. അതാണ് വണ്ടി കിട്ടിയതിന് ശേഷം. ഇപ്പം സർവീസ് സെൻ്ററിലാണെങ്കിൽ ഞാൻ 2 ഹെൽമെറ്റാണ് കമ്പനി നമ്മൾ ബുക്ക് ചെയ്യുന്ന സമയത്ത് പറയുന്നത്. പക്ഷേ എനിക്ക് ഒരു ഹെൽമെറ്റേ കിട്ടിയിട്ടുള്ളൂ ഇപ്പോഴും. അത് ചോദിക്കുമ്പോൾ പറയുന്നത് സ്റ്റോക്ക് വന്നിട്ടില്ല എന്നാണ്. വണ്ടിയുടെ കൂട്ടത്തിൽ വരുന്ന ഹെൽമെറ്റാണ്, പക്ഷെ അത് ഇപ്പോഴും സ്റ്റോക്ക് വന്നിട്ടില്ല എന്നാണ്. ഇതുവരെ കിട്ടിയിട്ടില്ല, ഒരു ഹെൽമെറ്റ് മാത്രമേ ഒലയുടേതായിട്ട് കിട്ടിയിട്ടുള്ളൂ. അപ്പം സെയിൽസ് സർവീസ് കൊള്ളത്തില്ല. അതിന് ശേഷമാണ് ഞാൻ വണ്ടി കിട്ടിയതിന് ശേഷം കംപ്ലൈൻ്റ് ആയിട്ട് സർവീസ് സെൻ്ററിൽ പോയത്. സർവീസ് സെൻ്ററിൽ പോയപ്പോൾ അവർ പറയുന്നത് ഒലയുടെ 3rd ജനറേഷൻ സർവീസ് ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഇത് വണ്ടി കസ്റ്റമറിന് കൊടുത്തിട്ട് വണ്ടിയുടെ സർവീസ് സ്റ്റാർട്ട് ചെയ്യാതെ എങ്ങനെയാണ് വണ്ടി സെയിൽ ചെയ്യുന്നത്? വണ്ടി ഞാൻ എടുത്തപ്പം ബാക്കിൽ നിന്ന് ഒരു സൗണ്ട് കേട്ടു. അപ്പോൾ സൗണ്ട് കേട്ടപ്പം ഞാൻ കൊണ്ടുവന്ന് കൊടുത്തു. അപ്പോൾ ജനറേഷൻ ആണ് കേട്ടോ. ഫസ്റ്റ് ജനറേഷനിൽ കസ്റ്റമർ ഹാപ്പിയാണ്, ഒരു പ്രശ്നവും ഫസ്റ്റ് ജനറേഷൻ ഉണ്ടായിട്ടില്ല. ജനറേഷനിലേക്ക് വന്നപ്പോഴാണ് ഈ പറയുന്ന ബുക്കിങ്ങിൻ്റെ വെയിറ്റിംഗ് പീരീഡ് കൂടുന്നു, 2 ഹെൽമെറ്റ് പറഞ്ഞിട്ട് 1 ഹെൽമെറ്റേ കിട്ടുന്നുള്ളൂ, സർവീസ് ഇപ്പോഴും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, നിലവിൽ സർവീസ് ഇല്ല. ഞാൻ ചെന്നപ്പോൾ അവിടെ സർവീസ് 3rd ജനറേഷനിൽ സർവീസ് ചെയ്യുന്നില്ലെന്നാണ് സർവീസ് സെൻ്ററിൽ പറഞ്ഞത്. അത് നേരെ എക്സ്പീരിയൻസ് സെൻ്ററിൽ ചെന്ന് പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ അവരെന്നോട് പറയുന്നത്, സാർ ഒന്നുകിൽ എറണാകുളത്ത് കൊണ്ടുപോകുക അല്ലെങ്കിൽ തൃശ്ശൂർ കൊണ്ടുപോകുക, അവിടെ ചെയ്തു തരും.